ഇന്നത്തെ റെസിപ്പി വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓയിൽ ഫ്രീ സ്നാക്ക് റെസിപ്പിയാണ്. നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന തൊലി കറുത്ത നേന്ത്രപ്പഴം ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു ഹെൽത്തി റെസിപ്പിയാണിത്. ഇതിനായി ഞാനിവിടെ 2 നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം കറുത്ത തൊലിയോട് കൂടിയ നേന്ത്രപ്പഴമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നീട് 1/2 കപ്പ് അളവിൽ റാഗി പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് ചേർക്കാനായി ശർക്കര ഉരുക്കിയെടുക്കണം. അതിനുശേഷം ഒരു പാൻ എടുത്ത് അതിനകത്തേക്ക് ശർക്കരയുടെ പീസ് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ വലിയ അച്ച് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. പിന്നീട് ഇതിനകത്തേക്ക് 1/2 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിനായി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് മെൽറ്റ് ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബട്ടറിന് പകരം നെയ്യ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ബട്ടർ ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം ഇതിനകത്തേക്ക് നേന്ത്രപ്പഴത്തിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നന്നായി പഴുത്ത പഴം എടുക്കുന്നതാണ് നമുക്ക് പഴം പെട്ടെന്ന് കുക്കാവുന്നതിന് നല്ലത്. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് സമയം കൊണ്ട് തന്നെ പഴം ആവശ്യത്തിന് കുക്കായി കിട്ടുന്നതാണ്. പിന്നീട് നമുക്ക് നമ്മുടെ കയ്യിലുള്ള സ്പാറ്റില ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ടൈം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അടച്ചു വെച്ചത് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിനകത്തേക്ക് നമുക്ക് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആയിരുന്നു ഉള്ളത്. അപ്പോൾ ഞാനിത് 1/2 കപ്പ് അളവിലാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് തേങ്ങ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ തേങ്ങ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഫ്രഷ് തേങ്ങ ചേർക്കുന്ന സമയത്ത് അതിൻ്റെ നീരൊന്ന് ചെറുതായിട്ടൊന്ന് വലിയുന്ന വിധത്തിൽ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ശർക്കരപ്പാനി നന്നായിട്ടൊന്ന് അരിച്ചതിന് ശേഷം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ശർക്കരപ്പാനി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ആ പഴവും തേങ്ങയും ശർക്കരപ്പാനിയും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം ഞാനിവിടെ ചെറിയ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് ശർക്കര പാനി തയ്യാറാക്കിയിരിക്കുന്നത്. പിന്നീട് നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന 1/2 കപ്പ് അളവിൽ റാഗി പൗഡർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ റാഗി പൗഡർ കൂടിപ്പോവാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഈ 2 നേന്ത്രപ്പഴം എടുക്കുന്ന സമയത്ത് 1/2 കപ്പ് അളവിൽ തന്നെ ഈ റാഗി പൗഡറും ചേർത്ത് കൊടുക്കുക. റാഗി പൗഡർ ചേർത്തതിന് ശേഷം തീ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ആ റാഗി പൗഡർ എല്ലാം നന്നായിട്ടൊന്ന് കുക്കായി കിട്ടുന്ന സമയം വരെ നമുക്ക് ചെറിയ തീയിൽ വെച്ച് ഒന്ന് ഇളക്കിയെടുക്കാം. നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങുന്നതോ വീട്ടിൽ പൊടിച്ചെടുക്കുന്നതോ ആയ റാഗി പൗഡർ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചെറിയ തീയിൽ വെച്ച് ആ റാഗി പൗഡറിൻ്റെ റോ ടേസ്റ്റ് ഒന്ന് മാറുന്ന സമയം വരെ നന്നായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു സ്റ്റേജ് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഇവിടെ റാഗിയെല്ലാം നന്നായിട്ട് ആവശ്യത്തിന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് നട്ട്സ് ചേർക്കുന്നുണ്ട്. ഇവിടെ ഞാൻ കുറച്ച് പീനട്ട്സ് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ അളവിൽ പീനട്ട്സ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിനകത്ത് ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഇതിനകത്തേക്ക് ചേർക്കുന്നത്. പിന്നീട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും നിങ്ങളുടെ കയ്യിൽ 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചതുണ്ടെങ്കിൽ അതുകൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ പീനട്ട്സ് പൊടിക്കുന്ന സമയത്ത് കൂടുതൽ പൊടിഞ്ഞു പോകാൻ പാടില്ല. ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ മാത്രമേ പാടുള്ളൂ. ഓരോ ബൈറ്റിലും നമുക്ക് ആ പീനട്ട്സ് കിട്ടണം. എങ്കിൽ മാത്രമാണ് കടിക്കുന്ന സമയത്ത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ചൂട് ഒന്ന് ആറിയതിന് ശേഷം ചെറിയ ബോൾസാക്കിയിട്ട് ഞാനിവിടെ ഉരുട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുത്തതിന് ശേഷം നമ്മൾക്ക് ഇത് ഒരു വാഴയിലയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വാഴയില യൂസ് ചെയ്തിട്ട് അതിനകത്ത് വെച്ചിട്ടോ നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ വാഴയില ഞാനിവിടെ കോൺ ഷേപ്പിലാണ് മടക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് മടക്കിയെടുത്തതിന് ശേഷം ചെറിയ ഉരുളകളാക്കിയിട്ടുള്ളത് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഉരുളകൾ ഇതിനകത്തേക്ക് വെച്ചതിന് ശേഷം എല്ലാ ഭാഗത്തും ഈവനായി വരുന്ന വിധത്തിൽ നമുക്ക് കൈകൊണ്ട് ഈ രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയാവുമ്പോൾ നല്ല കോൺ ഷേപ്പിൽ കിട്ടുകയും ചെയ്യും. നല്ല തിന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കാനും കഴിയും. അപ്പോൾ ഈ രീതിയിൽ ഒന്ന് പരത്തിയതിന് ശേഷം ഇലയുടെ സൈഡ് ഭാഗം ഒന്ന് മടക്കിയതിന് ശേഷം ഒരു സ്റ്റീമറിൽ വെള്ളം വെച്ചതിന് ശേഷം അതിനകത്തേക്ക് ഞാൻ ഈ ഇല
ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ബാക്കിയുള്ള ഓരോ പീസും ഞാൻ ഇതേപോലെ തന്നെ ഇലയിൽ നന്നായിട്ടൊന്ന് പരത്തിയതിന് ശേഷം ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ പരത്തിയെടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. ഇപ്പോൾ തയ്യാറാക്കിയ ഇലയെല്ലാം ഇതിനകത്തേക്ക് വെച്ചതിന് ശേഷം ഇത് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിതിവിടെ മൂടി വെച്ചതിന് ശേഷം ഏകദേശം ഒരു 10 മിനിറ്റ് സമയത്തോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ ലിഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം തണിയാനായി ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. പിന്നീട് ഞാൻ കുറച്ച് ബോൾസ് ആക്കിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അതിനായി ബാക്കിയുള്ളവ ചെറിയ ബോൾസാക്കി ഉരുളകളാക്കി എടുത്തതിന് ശേഷം ഞാനിത് സ്റ്റീമറിൽ വെച്ച് അതിന് മുകളിലായി ഇല വെച്ചതിന് ശേഷം ഞാനിത് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം 10 മിനിറ്റ് സമയം ആകുമ്പോഴേക്കും തന്നെ ഇതെല്ലാം ആവശ്യത്തിന് കുക്കായി കിട്ടുന്നതാണ്. അപ്പോൾ കഴിയുന്നതും ബോൾസ് ഉണ്ടാക്കുന്ന സമയത്ത് ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുക്കുന്നതാണ് നമുക്ക് കഴിക്കുന്ന സമയത്ത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഏകദേശം 15 മിനിറ്റ് സമയം ആയപ്പോഴേക്കും ഞാനിവിടെ ലിഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബോൾസ് എല്ലാം ആവശ്യത്തിന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇത് ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ചൂടെല്ലാം നന്നായി ആറി വന്നതിന് ശേഷം ഞാനിവിടെ ഇല ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ്. നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്തതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക്സ് കമൻസായിട്ട് അറിയിക്കുക. സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമുക്കിത് വീട്ടിൽ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു ഹെൽത്തി സ്നാക്ക് റെസിപ്പിയാണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം അതിനടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. താങ്ക് യു.